ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത ഒരു കന്യാസ്ത്രീക്ക് കൂടി ഇപ്പോൾ സ്ഥലമാറ്റം വന്നിരിക്കുകയാണ്. സിസ്റ്റർ നീന റോസിനെയാണ് പഞ്ചാബിലെ ജലന്ധറിലേക്ക് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. നേരത്തെ 5 കന്യാസ്ത്രീകളെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിസ്റ്റർ നീന റോസിനെയും സ്ഥലം മാറ്റിയിരിക്കുന്നത്. പഞ്ചാബിലെ ജലന്ധർ രൂപതയിൽ ഈ മാസം 26-ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സിസ്റ്റർ നീന റോസിനെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത 5 കന്യാസ്ത്രീകളെയും സ്ഥലം മാറ്റിയിരുന്നു. പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമ അടക്കമുള്ള കന്യാസ്ത്രീകളെയാണ് മിഷണറീസ് ഓഫ് ജീസസിന്റെ കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിരുന്നത്. എന്നാൽ ആദ്യത്തെ നടപടിയിൽ സിസ്റ്റർ നീന റോസിനെ ഒഴിവാക്കിയിരുന്നു. നേരത്തെ സ്ഥലം മാറ്റിയ 5 പേരിൽ 3 പേരെ കേരളത്തിന് പുറത്തേക്കും ഒരാളെ കണ്ണൂരിലേക്കും മാറ്റിയാണ് നടപടിയുണ്ടായത്. സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റെജീനയാണ് ഇവരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. സിസ്റ്റർ അനുപമയെ പഞ്ചാബിലെ ചാമിയാരി കോൺവെന്റിലേക്കും സിസ്റ്റർ ആൽഫിയെ ബീഹാർ പകർത്തല കോൺവെന്റിലേക്കും സിസ്റ്റർ ആൻസിറ്റയെ കണ്ണൂർ പരിയാരത്തെ കോൺവെന്റിലേക്കും സിസ്റ്റർ ജോസഫിൻ ഝാർഖണ്ഡിലെ ലാൽമത്തിയ കോൺവെന്റിലേക്കും മാറ്റിയാണ് സിസ്റ്റർ റെജീന അന്ന് ഉത്തരവിറക്കിയിരുന്നത്. എന്നാൽ ആ സമയത്ത് സമരത്തിൽ പങ്കെടുത്ത സിസ്റ്റർ നീന റോസിനെ സ്ഥലം മാറ്റിയിരുന്നില്ല. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പീഡന പരാതി നൽകിയ കന്യാസ്ത്രീക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവർ പീഡന പരാതി നൽകിയ കന്യാസ്ത്രീ കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരും. കഴിഞ്ഞ വർഷത്തെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും ഉത്തരവ് ലംഘിച്ച് കുറവിലങ്ങാട് തുടരുന്നത് സഭാ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഉത്തരവിലുണ്ട്. ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യ സമരത്തിനിറങ്ങിയത് സഭാചട്ടങ്ങളുടെ ലംഘനമാണ്. ഉത്തരവ് കർശനമായി പാലിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ സഭാചട്ട ലംഘനത്തിന് നടപടിയെടുക്കേണ്ടി വരുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. മറ്റ് 5 കന്യാസ്ത്രീകൾക്കെതിരെ ജനുവരി 3-നായിരുന്നു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. സ്ഥലം മാറ്റങ്ങൾ സ്വാഭാവിക നടപടിയാണെന്നും എല്ലാ വർഷവും പൊതുസ്ഥലമാറ്റം പതിവാണെന്നുമാണ് മിഷണറീസ് ഓഫ് ജീസസിന്റെ വിശദീകരണം. എന്നാൽ കന്യാസ്ത്രീകളെ സന്യാസിനി സമൂഹത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ സ്ഥലം മാറ്റമെന്നാണ് സൂചന. കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്നും ആക്ഷേപമുണ്ട്. സ്ഥലം മാറ്റം നിർദ്ദേശിക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിനൊടുവിൽ അറസ്റ്റിലായ ജലന്ധർ രൂപത ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ ഇപ്പോൾ ജാമ്യത്തിലാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അന്തിമ തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ഈയിടെയായിരുന്നു കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും നിയോഗിച്ചിരുന്നത്. സ്ഥലമാറ്റൽ നടപടിക്ക് വിധേയരായ എന്നാൽ ഈ ശ്രമങ്ങൾ കേസ് അട്ടിമറിക്കാനാണെന്നും കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരുമെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞിരുന്നു. സമരം ചെയ്ത കന്യാസ്ത്രീമാരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റി കേസ് ദുർബലമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. കൂടാതെ കന്യാസ്ത്രീകളെ ശാരീരികമായും മാനസികമായും സമ്മർദ്ദത്തിലാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ഇതിനു പിന്നിൽ ഫ്രാങ്കോ മുളയ്ക്കലാണെന്നും കന്യാസ്ത്രീകൾ നേരത്തെ പ്രതികരിച്ചിരുന്നു.